അനിവാര്യമായ വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ് മലയാളത്തിന്റെ താരസംഘടന അമ്മ. മോഹൻലാൽ, ബാബുരാജ്, ജയസൂര്യ, ഇടവേള ബാബു ഉൾപ്പെടെ മുതിർന്ന ഭാരവാഹികൾ രാജി സമർപ്പിച്ച് സ്ഥാനമൊഴിയുമ്പോൾ മലയാള സിനിമയിലെ ഒരു ഇരുണ്ട കാലഘട്ടത്തിന് വിരാമമാവുകയാണ്. അമ്മയിൽ ഇനി എന്തെന്ന ചോദ്യമാണ് പല ഭാഗങ്ങളിൽ നിന്നായി ഉയർന്നു കേൾക്കുന്നത്. എങ്കിലും സിനിമയ്ക്കാരും അനിവാര്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരാൾ പോയാൽ മറ്റൊരാൾ വരും. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും സിനിമ കാലത്തിനൊപ്പം മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. താരസംഘടനയുടെ കാര്യവും വ്യത്യസ്തമാകില്ല. മികച്ച രീതിയിൽ അമ്മയെ നയിക്കാൻ വിവരവും വിവേകവുമുള്ള 500ഓളം ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും താരസംഘടനയിലുണ്ട്. ഇക്കൂട്ടത്തിൽ സംഘടനയുടെ ദൈനംദിന ചുമതല നിർവഹിക്കാൻ ബാധ്യസ്ഥനായ ജനറൽ സെക്രട്ടറി പദം ആർക്കെന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഉർവശി ഈ സ്ഥാനത്തിന് അർഹയാണെന്ന് വിശ്വസിക്കുന്ന നിരവധി അംഗങ്ങൾ അമ്മയിലുണ്ട്. പുതിയതും പഴയതുമായ തലമുറയിലെ ഭൂരിഭാഗം സഹപ്രവർത്തകരും അവരെ പരസ്യമായി പിന്തുണയ്ക്കുന്നവരാണ്. ഉർവശിയുടെ നിഷ്പക്ഷതയും വിവിധ വിഷയങ്ങളിൽ താരം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും അവർക്ക് ഗുണകരമായിട്ടുണ്ട്. സ്ത്രീ പ്രാതിനിധ്യം എന്നതും ഇന്നേ വരെ അമ്മയുടെ സമുന്നത പദവികളിൽ ഒരു വനിതാ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നതും ഉർവശിയെ പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ അന്യഭാഷാ ചിത്രങ്ങളിൽ ഏറെ തിരക്കുള്ള ചെന്നൈയിൽ സ്ഥിരതാമസക്കാരിയായ ഉർവശിക്ക് എത്രത്തോളം ഫലപ്രദമായി ഈ ഭാരിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാനാകും എന്ന് സംശയിക്കുന്നവർ നിരവധിയാണ്. ഉർവശിക്കൊപ്പം അധ്യാപകനും നടനുമായ ജഗദീശിന്റെ പേരും അമ്മയുടെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഉന്നയിക്കുന്നവരുണ്ട്. ഏതെങ്കിലും പക്ഷത്തിന്റെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരല്ല എന്നതും നീതിയുടെ ഭാഗത്തു നിന്ന് പ്രതികരിക്കുന്ന സമീപനവും എല്ലാ കാലത്തും ഇരുവരുടെയും പ്രത്യേകതകളായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം മലയാള സിനിമയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട രേവതി, പത്മപ്രിയ എന്നിവരെ ഈ പദവിയിലേക്ക് പരിഗണിക്കാവുന്നതാണെന്ന് ശ്വേത മേനോൻ അഭിപ്രായപ്പെടുന്നു. ശ്വേതയുടെ വാദഗതികളോട് യോജിക്കുന്ന വേറെയും അംഗങ്ങളുണ്ട്. WCCയും അമ്മയും പരസ്പരം അകന്ന് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കാതെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അമ്മയുടെ സ്ത്രീവിരുദ്ധത എന്ന ആരോപണത്തിനും പ്രതിച്ഛായയ്ക്കും അറുതി വരുത്തണമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. പാർവതി തിരുവോത്തിന്റെ പേരാണ് ഇവരിൽ ചിലർ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഉയർത്തുന്നത്. സംഘടനയ്ക്ക് ഒരു പുതിയ മുഖവും പ്രതിച്ഛായയും ലഭിക്കാൻ ഈ നീക്കം കാരണമാകുമെന്നും ഇക്കൂട്ടർ വിശ്വസിക്കുന്നു. എന്നാൽ ഉർവശിയെ പോലെ തന്നെ അന്യഭാഷകളിൽ അഭിനയിക്കുന്ന ഏറെ തിരക്കുള്ള പാർവതി ഈ ചുമതല ഏറ്റെടുക്കുമോ എന്ന് ഒരു വിഭാഗം ചോദിക്കുന്നു. എന്തുകൊണ്ട് നടി ശ്വേത മേനോൻ ഈ സ്ഥാനത്തേക്ക് വന്നുകൂടാ എന്ന് ചോദിക്കുന്നവർ ഏറെയാണ്. നിലവിൽ വലിയ തിരക്കുകളില്ലാത്ത ശ്വേതയ്ക്ക് സംഘടനാ പ്രവർത്തനത്തിനായി കൂടുതൽ സമയം കണ്ടെത്താൻ കഴിഞ്ഞേക്കുമെന്നും ശ്വേതയെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു. എന്നാൽ മുംബൈയിൽ സ്ഥിരതാമസക്കാരിയായ ശ്വേത സങ്കീർണമായ ഇന്നത്തെ സാഹചര്യത്തിൽ ചുമതല ഏറ്റെടുത്തേക്കില്ല എന്ന് വേണം കരുതാൻ. പ്രസിഡന്റ് സ്ഥാനത്ത് എന്തുകൊണ്ട് സുരേഷ് ഗോപിയോ ടൊവിനോ തോമസോ വന്നുകൂടാ എന്ന് ചിന്തിക്കുന്നവരും അമ്മയ്ക്ക് അകത്തും പുറത്തും ഉണ്ട്. അമ്മയുടെ പ്രസിഡന്റാകാൻ ഇന്നത്തെ നിലയിൽ ഏറ്റവും യോജിച്ച വ്യക്തി പൃഥ്വിരാജാണെന്ന അഭിപ്രായം ശ്വേത മേനോൻ മുമ്പ് പങ്കുവച്ചിരുന്നു. പുതിയ കാലത്തെ അറിയുന്ന, പുതിയ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന യുവതലമുറയുടെ പ്രതിനിധിയായ ഒരാൾ തലപ്പത്ത് വരുന്നത് സംഘടനയ്ക്ക് ഒരു പുതിയ മുഖം നൽകും. അനീതിക്കെതിരെ പോരാടുന്ന, ധാർമ്മികതയെ മുറുകെ പിടിക്കുന്ന വ്യക്തി എന്ന പ്രതിച്ഛായ പൃഥ്വിരാജിനുണ്ട്. എന്നാൽ നടൻ, നിർമ്മാതാവ്, വിതരണക്കാരൻ എന്നീ നിലകളിലെല്ലാം ഏറെ തിരക്കുള്ള പൃഥ്വിരാജ് ഇനിയും മനസ്സ് തുറന്നിട്ടില്ല. അമ്മയിൽ തെറ്റുകൾ സംഭവിച്ചുവെന്നും ഒരു ശുദ്ധീകരണ പ്രക്രിയ അനിവാര്യമാണെന്നും കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു. തെറ്റ് ചെയ്യുന്നവർ എത്ര ഉന്നതരായാലും നടപടികൾ വേണമെന്ന പക്ഷക്കാരനാണ് പൃഥ്വി. വ്യക്തിപരമായ സ്ഥാനലബ്ധിയേക്കാൾ പ്രധാനമായി അദ്ദേഹം ഉയർത്തുന്ന വാദം മറ്റൊന്നാണ്. എന്തുകൊണ്ട് ഒരു വനിത സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്ത് വന്നുകൂടാ എന്ന ചോദ്യം. അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ ഉർവശി, രേവതി, ശ്വേത, പാർവതി തിരുവോത്ത് എന്നീ പേരുകളെല്ലാം പരിഗണിക്കപ്പെട്ടേക്കാം. എന്തായാലും 3 മാസത്തിനുള്ളിൽ പൊതുയോഗം ചേർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമെന്നാണ് സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്. എന്തായാലും മലയാള സിനിമയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പഴയതുപോലെ എന്ത് അന്യായവും ചെയ്ത ശേഷം സംഘടിതമായി ന്യായീകരിച്ചും സഹായിച്ചും പിടിച്ചു നിൽക്കാമെന്ന ആത്മവിശ്വാസം പലർക്കും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിവേകമുള്ളവർ ബുദ്ധിപൂർവം സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് സാധ്യത. ഒരു തിരുത്തൽ ശക്തിയായി പൊതുസമൂഹം കരുതുന്ന സ്ത്രീകൾ ഉൾപ്പെടുന്ന യുവതലമുറ നേതൃത്വത്തിൽ വന്നാൽ നിലവിലുള്ള അരക്ഷിതാവസ്ഥ മാറി സമാധാനപരമായ അന്തരീക്ഷം സംജാതമാകും. സംഘടനയിൽ അംഗത്വം ലഭിക്കാൻ പോലും ശരീരം കാഴ്ചവെക്കണം എന്ന് ഒരു സീനിയർ അംഗം ആവശ്യപ്പെട്ടതായി ഒരു നടി ചാനലുകളിൽ വന്നിരുന്ന് പറയുമ്പോൾ നഷ്ടമാകുന്നത് ഒരു തൊഴിൽ മേഖലയുടെ അഭിമാനവും അന്തസ്സുമാണ്.